ഇറാനെ ആക്രമിക്കാനൊരുങ്ങുന്ന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ്. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ട്രംപ് നടത്തുകയാണെങ്കിൽ അതിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണിപ്പോൾ ഇറാനിൽ നടക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംഘടിപ്പിക്കുന്ന സ്പോൺസേർഡ് കലാപമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോൾ 100%. അതിൽ തർക്കം വേണ്ട. അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ ഉൾപ്പെടെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ എത്തിയതും യുദ്ധത്തിനുള്ള അമേരിക്കയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. എന്നാൽ ട്രംപിന്റെയും അമേരിക്കയുടെയും സകല അഹങ്കാരവും തീർക്കുന്ന ഒരു തിരിച്ചടി ഇറാനിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രംപ് ആക്രമിക്കണമെന്ന് പറയുമ്പോൾ അത് വേണമോ എന്ന് ശങ്കിക്കുന്ന ഒരു വിഭാഗം സെനറ്റർമാരും സൈനിക ജനറൽമാരും അമേരിക്കയിൽ ഉണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ അങ്ങനെയൊന്നും എളുപ്പത്തിൽ കീഴടക്കാൻ ഒരു രാജ്യത്തിനും കഴിയുകയില്ല. അതുകൊണ്ടാണ് പർവ്വത പ്രദേശങ്ങളും ആഴത്തിലുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങളുമുള്ള ഇറാനെ ഒരു സങ്കീർണ സൈനിക ലക്ഷ്യമായി ലോകശക്തികൾ തന്നെ കണക്കാക്കുന്നത്. ഇറാനെ ഒരു വിശാലമായ പ്രോക്സി നെറ്റ്വർക്ക് തന്നെ ലോകത്തുണ്ട്. അതിനെ ഇപ്പോഴും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണപ്പാത ഇറാൻ തടഞ്ഞാൽ ലോക വ്യാപാരമാണ് സ്തംഭിക്കുക. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് ഇതൊക്കെ മറികടക്കാനുള്ള ശേഷിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാഖിനെ മുൻനിർത്തി ഇറാനെതിരെ വലിയ യുദ്ധം അമേരിക്ക മുൻപ് നടത്തിയിട്ടും ആ രാജ്യത്തെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് നാം മറന്നു പോകരുത്. ഇറാൻ സാഗ്രോസ് ആൽബോർസ് പർവ്വതനിരകൾ ചുറ്റിപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇതൊരു ഭീമാകാരമായ പ്രകൃതിദത്ത മതിലുകളായാണ് പ്രവർത്തിക്കുന്നത്. ഈ ദുർഘടമായ ഭൂപ്രകൃതി കരയിലൂടെയുള്ള ആക്രമണങ്ങളെ നിഷ്പ്രയാസം ചെറുക്കുവാൻ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഏതൊരു ആക്രമണ സേനയ്ക്കും ഇറാനെതിരെ കരയിലൂടെയുള്ള ആക്രമണം ഇപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇനി വ്യോമാക്രമണം ഉണ്ടായാലുള്ള കാര്യം പറയാം. ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളെ അതിജീവിക്കുന്നതിനായാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ഭൂമിക്കടിയിൽ വിപുലമായ മിസൈൽ നഗരമുള്ളത്. പരമ്പരാഗത ബോംബാക്രമണങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ബാലിസ്റ്റിക്സ് മിസൈലുകളെ സംരക്ഷിക്കുന്നതിനായി പർവ്വത നിരകൾക്കിടയിൽ 500 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ ഡിപ്പോകളെ മുൻപ് ഇറാൻ സൈന്യം തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഇറാന്റെ നിഴൽ സേനകളുടെ ശൃംഖല വളരെ വിപുലമാണ്. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ വിവിധ ഗ്രൂപ്പുകൾക്കുള്ള ധനസഹായവും ആയുധവും നൽകുന്നതും ഇറാനാണ്. ഇറാന്റെ ശക്തമായ പ്രതിരോധ നിരയും ഇത്തരം പ്രാദേശിക ശക്തികളാണ്. ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാഖിലെ മിലീഷ്യൻ തുടങ്ങിയ ഗ്രൂപ്പുകളും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. മിന്നൽ വേഗത്തിലാണ് ഇത്തരം ആക്രമണങ്ങൾ സംഭവിക്കുക. അമേരിക്ക സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക്സ് മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമാണുള്ളത്. 2000 കിലോമീറ്റർ വരെ അകലെയുള്ള താവളങ്ങളെയും നഗരങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ള കൃത്യതയുള്ള ആയുധങ്ങൾ ഈ ആയുധപ്പുരയിലുണ്ട്. ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ മിസൈൽ കരുത്ത് 6 മാസം മുൻപ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായിരുന്നത്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ വടക്കൻ തീരത്തെ ഇപ്പോഴും ഇറാനാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷമുണ്ടായാൽ ഉടനടി ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കാണ് കാരണമാകുക. അതുകൊണ്ട് ലോകശക്തിയാണ്, ലോക പോലീസാണെന്നതും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമേരിക്കയ്ക്ക് തിരിച്ചു കിട്ടുന്നതും ഏറ്റുവാങ്ങേണ്ടതായി വരും. ലോകം ശരിക്കും കൈയടിക്കാൻ പോകുന്നതും അപ്പോഴായിരിക്കുമെന്നാണ് സൂചനകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.